മക്കൾ ഇച്ചിരി ടഫായിട്ടുള്ള റിയാക്ഷൻ ആണ്, ഒന്ന് ശ്രദ്ധിച്ചേ. സി ദ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെ, റിയാക്ഷൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെ ഇവിടെ കൊടുത്ത് കണ്ടോ നിങ്ങൾ. C2H6 എന്ന് കൊടുത്ത് കണ്ടോ, C2H6 കാണുന്നില്ലേ? നമ്മൾ ആ C2H6 ഒന്ന് എടുത്ത് എഴുതാൻ പോവാണേ. C2 എന്ന് പറഞ്ഞാൽ 2 കാർബൺ, ശരിയല്ലേ? അപ്പൊ 6 ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ ഇവിടെ ഇട്ടു, ഒന്ന് ഇവിടെ ഇട്ടു, ഒന്ന് ഇവിടെ ഇട്ടു. കാർബൺ ചുറ്റും 4 ബോണ്ടല്ലേ വേണ്ടത്. അപ്പൊ 4 ബോണ്ടായില്ലേ നോക്കി, 1 2 3 4 ബോണ്ടായി. ഇനി നമുക്ക് എത്ര വേണം? 3 ഹൈഡ്രജൻ. C2H6 അല്ലേ, 6 ഹൈഡ്രജൻ ഉണ്ട്. 2 കാർബണും 6 ഹൈഡ്രജനും നമ്മൾ ഈ സ്ട്രക്ചർ എഴുതി. ഇനി Cl2, ഒരു ക്ലോറിനും ഇങ്ങനെ ചേർന്നാൽ എന്ത് പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുക എന്നാ. പ്ലസ് HCl അവർ തന്നിട്ടുണ്ട് അല്ലേ? HCl അവർ തന്നു എന്ന് പറഞ്ഞാൽ മക്കൾ ആലോചിച്ച്, HCl ഇവിടെ നിന്ന് എച്ചും പോയി, ഇവിടെ നിന്ന് എച്ചും പോയി, ഇവിടെ നിന്ന് Cലും പോയി, HCl. എന്നിട്ട് എന്ത് ചെയ്യും? എവിടെ നിന്നാണോ എച്ച് പോകുന്നത് അവിടത്തേക്ക് Cl വരും. അതിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടത്തേക്ക് ആര് വരും? Cl വരും. എച്ച് പോയ സ്ഥലത്തേക്ക് Cl വരും. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ഒന്ന് ചെയ്ത്, നമ്മൾ പ്രോഡക്റ്റ് എഴുതാൻ പോവാണ്. C എഴുതി, H എഴുതി, H എഴുതി, H എഴുതി, ഇവിടെ C എഴുതി, H എഴുതി, H എഴുതി. എവിടെ നിന്നാണോ എച്ച് പോകുന്നത് അവിടെ ആര് വരണം? Cl വരണം. അപ്പൊ പ്രോഡക്റ്റ് ആയി.